ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മംസ് ഫ്ലേവർ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യ സ്റ്റൈലിലുള്ള ഒരു കടായി പനീറാണ്. അതിനായി ഞാനിവിടെ ഒരു 100 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. പനീർ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, നീളത്തിൽ. അതായത് ഒരുപാട് തിന്നുമല്ല ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് പച്ചമുളക് ഒരെണ്ണം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇത് 2 ടീസ്പൂൺ ഉണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി ഇതുപോലെ അരിഞ്ഞെടുക്കുക. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഒരുപാട് തിക്കും അല്ല ഒരുപാട് തിന്നും അല്ലാത്ത രീതിയിൽ അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് കടായി പനീർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കടായി എടുക്കുക. കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ക്യാപ്സിക്കം ഒന്നും വാടാൻ നിൽക്കേണ്ട, അതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിരിയമുളക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒന്ന് ജസ്റ്റ് വാട്ടാം. ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വാടി വരേണ്ടതാണ്. അതുവരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് ഒരു ചെറിയ ഗ്രേവി പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കുക. ഇത് ഒഴിവാക്കരുത്, ഇതാണ് മെയിൻ ഹൈലൈറ്റ് ഈ ഒരു കടായി പനീറിൻ്റെ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം പനീറും കൂടി ഇട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. ഇനി പനീർ ഉടയാത്ത രീതിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് ഗ്രേവി ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്താൽ മതി. എനിക്ക് അധികം ഗ്രേവിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ഇനി നമുക്ക് പനീർ ഒന്ന് വേവാൻ വേണ്ടി ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കടായി പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം.